ഈ അടുത്തിടെ റിലീസായ ടൂറിസ്റ്റ് ഫാമിലി എന്ന തമിഴ് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ശശികുമാർ, സിമ്രൻ, രമേശ് തിലക്, യോഗി ബാബു തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ശ്രീലങ്കൻ തമിഴ് ഫാമിലിയുടെ കഥ പറയുന്ന ഒരു ചിത്രമാണ്. പക്ഷേ ഒരിക്കലും ഇത് ശ്രീലങ്കയിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു ശ്രീലങ്കയായിട്ട് അവർ ചിത്രീകരിച്ചോ ഒന്നും കാണിക്കുന്നില്ല. സ്ട്രെയിറ്റായിട്ട് അവർ ഇന്ത്യയിലേക്ക് കുടിയേറി വരികയാണ്. അതായത് ശ്രീലങ്കയിൽ നിലനിൽക്കുന്ന അസാധാരണമായ സാഹചര്യങ്ങൾ മൂലം ഒരു നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് ഇന്ത്യയിലെ തമിഴ്നാട്ടിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. പക്ഷേ അവരെത്തുന്നത് അനധികൃതമായിട്ട് ഇവിടെ എത്തി അവരുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന അവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. കൂടാതെ തന്നെ സമാന്തരമായിട്ട് വേറൊരു ക്രൈം നടക്കുന്നുണ്ട്. ആ ഒരു ക്രൈമും ഇവരുടെ ഫാമിലിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഒരു സിനിമയുടെ കഥ ആത്യന്തികമായിട്ട് പറഞ്ഞു പോകുന്നത്. സിനിമയുടെ കഥ മൊത്തം നോക്കുകയാണെങ്കിൽ ഇതൊരു ഫീൽ ഗുഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. പക്ഷെ പലയിടങ്ങളിലും അതിനാടകീയ രംഗങ്ങൾ കുത്തിനിറച്ചിക്കപ്പെട്ടതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. എന്നാൽ അതോടൊപ്പം തന്നെ അതിനെ ഒന്ന് ഈക്വലൈസ് ചെയ്യാനായിട്ട് പല രംഗങ്ങളിലും ചിരി പടർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പല സീരിയസ് സിറ്റുവേഷനുകളിലും പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അടുത്ത ഡയലോഗിലൂടെയോ ഒരു എക്സ്പ്രഷനിലൂടെയോ ഒരു ചിരി പടർത്തുന്ന രംഗങ്ങൾ വരുന്നത്. എന്നിരുന്നാൽ കൂടെയും പല രംഗങ്ങളും അനാവശ്യമായിട്ട് ഒരുപക്ഷെ ഈ ഒരു നന്മയുള്ള ഒരു ലോകമേ എന്നുള്ളൊരു കാര്യം ഇങ്ങനെ വാരി വിതറുന്നതായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. ഇനി അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവർ അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു, അനധികൃതമായിട്ട് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം അവരുടെ രീതിയിൽ ഉണ്ടാക്കുന്നു. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും സെൻസർ ബോർഡിന് ഇതൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായെന്ന് തോന്നിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് ഉളവാക്കി. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോഴത്തേക്കും ഒരു സ്ക്രീനിൽ എന്തെങ്കിലും ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതി കാണിക്കും. പക്ഷേ ഇവിടെ അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതും അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നതൊന്നും ഒരു കുറ്റകരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ആ രംഗങ്ങളിൽ എഴുതി കാണിച്ചില്ല എന്നുള്ളത് ഒരു പോരായ്മ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള രംഗങ്ങൾ വരുമ്പോഴത്തേക്ക് അവരതിനെ സെൻസർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫീൽ ഗുഡ് സിനിമയാണ്, ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് എടുത്ത് പറയേണ്ടതാണ്. അതുവരെ നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് കാറ്റഗറിയിൽ പോയിക്കൊണ്ടിരുന്ന സിനിമ പിന്നെ ഒരു ഓവർ ദ ടോപ്പ് ആയിട്ടാണ് സിനിമ ഒരു അവസാനിക്കുന്നത്. അതായത് ഇവരുടെ ശ്രീലങ്കൻ ഒരു പശ്ചാത്തലം റിവീൽ ആവുമോ അല്ലെങ്കിൽ ഇവർ പോലീസിൻ്റെ കണ്ണിൽ പെടുമോ അല്ലെങ്കിൽ മറ്റ് അധികാരികളുടെ കണ്ണിൽ പെടുമോ എന്നുള്ള കുറേ ചോദ്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതും വീണ്ടും ഒരു അതിനാടകീയ രംഗങ്ങൾ നിറഞ്ഞ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരിക്കലും ഈ ഒരു സിനിമയെ കുറ്റം പറയുന്നതല്ല, സിനിമ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു അതിനാടകീയത പല രംഗങ്ങളിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. അതുപോലെ തന്നെ ഒരു സ്റ്റോറി ലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ പുതുമകളൊന്നും അവകാശപ്പെടാനില്ല. ഇവരുടെ ഈ ഒരു ശ്രീലങ്കൻ പശ്ചാത്തലം മാത്രമാണ് ആ ഒരു പുതുമ ഈ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സിനിമയെക്കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ.